നമസ്കാരം. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എനിക്കും വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സിനിമയാണ് ARM. ജിതിൻ, ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ തുടങ്ങിയ ആൾക്കാരാണ്. കുഞ്ഞിരാമായണത്തിലും ഗോതയിലൊക്കെ സഹസംവിധായകനായിരുന്നു ജിതിൻ. അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്നുള്ള നിലയിൽ എനിക്കും വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സിനിമയാണ്. ഒപ്പം അഭിനയിക്കുന്നത് ടൊബീനോ. അപ്പോൾ എല്ലാ രീതിയിലും ഈ സിനിമയുടെ വിജയം ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. ജിതിൻ്റെ ആ ഒരു ജേണി ആദ്യം മുതലേ തന്നെ നേരിട്ട് അറിഞ്ഞ് കേട്ട് കണ്ടുവന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സക്സസ് ഭയങ്കരമായിട്ട് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ ഒരു 100 crore നേടി ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത്, ഈ സിനിമ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് നമ്മളെ തേടി എത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ARM. തീർച്ചയായിട്ടും സക്സസിൻ്റെ ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ ജിതിനോടും ഉള്ള ഇതിൻ്റെ റൈറ്റർ സുജിത്ത് ചേട്ടനോടും ടൊബിനോയോടും പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ചേട്ടനോടും UGM ഫിലിംസിനോടും മറ്റ് ടെക്നീഷ്യൻസ് എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൽ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ കുറച്ച് മെമൻറ്റോസ് നൽകാനുണ്ട്. അതിനുമുമ്പ് ആദ്യമായിട്ട് ഈ സിനിമയിലെ സംവിധായകനുള്ള മെമൻറ്റോ ബേസിൽ കൊടുക്കണമെന്നാണ് മൊത്തത്തിലുള്ളൊരു രസകരമായ ഒരു ഗംഭീര കൈയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം ജിതിൻ ലാലിനെ വേദിയിലേക്ക്. തൻ്റെ ആദ്യ സിനിമ 100 കോടി കളക്ട് ചെയ്ത ആദ്യ സിനിമ, 100 ദിനം റൺ ചെയ്ത ആദ്യ സിനിമ ബേസിൽ നിന്ന്, എനിക്കൊന്ന് മാസ്റ്ററിൽ നിന്ന് ശിഷ്യൻ മെമൻറ്റോ സ്വീകരിക്കുകയാണ്. പ്രൗഡ് മൊമെന്റ്. എന്തെങ്കിലും ഇപ്പൊ പറയുന്നോ? എനിക്ക് തോന്നുന്നു ഞാനും ബേസിലായിട്ടും ഒക്കെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത്. ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന സിനിമ എന്ന് നിൻ്റെ മൊയ്തീനാണെങ്കിലും പക്ഷേ ഫസ്റ്റ് റിലീസാവുന്നത് കുഞ്ഞിരാമായണമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങിയത്, ബേസിലായിട്ടിൻ്റെ ഒപ്പമായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനും എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ബേസിലേട്ടൻ അതിഭംഗിയായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയുടെ പാർട്ടുമായി എന്നുള്ള സന്തോഷമുണ്ട്. താങ്ക് യു ബേസിലേട്ടാ. താങ്ക് യു അജിത. ബേസിൽ ടോയ് വന്നിട്ടല്ലേ പോവുള്ളൂ അല്ലേ? ഓക്കെ, ബേസിൽ ഓക്കെ, ടോയ് വരുന്നതിന് തൊട്ട് മുമ്പ് കൂടെ കയറാൻ പറ്റുമെങ്കിൽ നോക്കാം. ഓക്കെ, ബേസിലെ ഒരു പടം ഗംഭീരമായിട്ട് നല്ല റിപ്പോർട്ടിൽ പോകുന്നുണ്ട്, പൊന്മാൻ. സോ അതുകൂടെ ഞാൻ ഇവിടെ പറഞ്ഞേക്കാം. ഒരു ഗംഭീര കൈയടി ഫോർ ബേസിൽ വൺസ് അഗൈൻ ഫോർ സ്ട്രൈക്കിംഗ് ഗോൾ. മൊമെന്റോസ് ആണ്, ന്യൂ തിയേറ്ററിലുള്ള മൊമെന്റോ സ്വീകരിക്കുവാനായിട്ട് ഐ സോ വിശാഖ് സംവർ ഹിയർ. വിശാഖ് ഇസ് ഹിയർ, പ്ലീസ് കം, കൈൻഡ്ലി കം പ്ലീസ് ഹിയർ.